ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വലിച്ചില് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്വീൻസ് നുക്ക്. അപ്പോൾ ഇന്ന് രണ്ട് അടിപൊളി ഫേസ് മാസ്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എപ്പോഴെങ്കിലും എപ്പോഴെല്ലാം നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നാറില്ല നമ്മുടെ ഫേസിൻ്റെ ആ ഒരു പഞ്ച് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ചില സമയങ്ങളിൽ. എന്ന് വെച്ചാൽ വെയിലത്ത് പോയിട്ട് വന്നിട്ടുള്ള ദിവസങ്ങളിൽ, ചിലപ്പോൾ അടുപ്പിച്ച് കുറേ ദിവസം ടയേർഡായിട്ടുള്ള വർക്ക് അങ്ങനെയൊക്കെ ഉള്ള സമയം നമ്മുടെ ഫേസ് ആകെ ഒരു ഡള്ളായിട്ട് അതിൻ്റെ ഒരു ലൈഫൊക്കെ പോയതുപോലെ തോന്നത്തില്ലേ? അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫേസിന് പെട്ടെന്ന് ആ ഒരു ഗ്ലോവും ആ ഒരു ഊംഫ് ലുക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഓസം അടിപൊളി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫേസിന് ആ ഒരു ലുക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളി ഫേസ് മാസ്ക് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. രണ്ടും സൂപ്പർ സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രം ദ കിച്ചൺ ഡയറക്റ്റ് ടു അവർ ഫേസ്. ടാങ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേലേക്ക് നമുക്ക് കിടക്കാം അധികം സമയം കളയാതെ. അപ്പോൾ ആദ്യത്തെ ഫേസ് മാസ്കിന് വേണ്ട സാധനം എന്ന് പറയുന്നത്, ഇതെല്ലാം ഞാൻ ഈ ഹണി ബോട്ടിൽസിലൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ന്യൂട്ടലയുടെ ബോട്ടിൽ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ? ഇത് ചെറുപയറിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചേക്കണമെന്നൊന്നുമില്ല, നമ്മൾ അപ്പം തന്നെ വേണമെങ്കിൽ കുറച്ച് ചെറുപയർ എടുത്തിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് മിക്സിയിൽ അപ്പം തന്നെ. അത് 1 ടീസ്പൂൺ ഇടണം. 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് നമുക്ക് ഇടാം. കുറച്ച് അതിടാം. 1 ടീസ്പൂൺ മതി കേട്ടോ നമ്മൾ. എന്നിട്ട് ഈ സാധനത്തിലേക്ക് നമ്മൾ എന്താ അടുത്ത് ഇടാൻ പോകുന്നതെന്ന് അറിയാമോ? വേറെ കിടില വൈറ്റാണ് നമ്മുടെ സാൻഡൽവുഡ് പൗഡർ. ഞാൻ ഇതിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് സാൻഡൽവുഡ് പൗഡർ ഒന്നും മനസ്സിലാവത്തില്ല. അത് ഞാനൊരു മറ്റേത് 1 ടീസ്പൂൺ ആണെങ്കിൽ ഇതിൽ 1/2 ടീസ്പൂൺ ഇടാം. ഓക്കെ, ഇത് 1/2 ടീസ്പൂൺ അല്ലേ, ഇത് അതിലും കൂടുതലുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് കേട്ടോ ഞാൻ ചേർക്കാൻ പോകുന്നത്. റോ മിൽക്കാണ് കേട്ടോ. റോ മിൽക്ക് ഒന്നും എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ലല്ലോ, നമ്മുടെ മറ്റേ മിൽക്ക് എടുത്താലും മതി. ഇന്നിപ്പോൾ റോ മിൽക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ റോ മിൽക്ക് ഒന്നും വേണമെന്നൊന്നുമില്ല, നമ്മുടെ സാധാരണ പാലായാലും മതി. പക്ഷെ റോ മിൽക്കിനാണ് കൂടുതൽ ആ ഒരു എഫക്റ്റ് ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മിക്കവാറും മറ്റേ മിൽക്കൊക്കെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക്. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർക്കാം. നമുക്ക് കുറച്ച് പനിനീരും കൂടി ചേർക്കാം. ഓക്കെ, ഇത് ശ്രീ രവിശങ്കറിൻ്റെ ഉണ്ടല്ലോ, അവരുടെ ഗുലാബ് ജെല്ലാണ്. അതൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര മണമാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ. ഇത് ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി പക്ഷെ അടിപൊളി ഫേസ് മാസ്ക് ആണ്. ഓക്കെ, ഇനി ഞാനിത് എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് പക്ഷേ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ ഈസി ഫാസ്റ്റ് ഫേസ് പാക്സ് ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും എനിക്കിഷ്ടം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. നമ്മുടെ ചെളി പിടിച്ച മുഖത്തേക്ക് നേരിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഫേസ് വാഷ് വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. ചെറുപയർ പൊടിയൊക്കെ നല്ല ക്ലെൻസിങ് ഏജന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ബെറ്റർ നമ്മൾ വാഷ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, എന്തൊരു ഈസിയാന്ന് നോക്ക്, പെട്ടെന്ന്. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഹോട്ട് ടവൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവാണ്. പക്ഷെ നമുക്ക് അതിനൊന്നും നേരമില്ല. പക്ഷെ നമ്മുടെ ഫേസിന് ആ ഒരു ഇത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളപ്പോൾ പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. ഒന്നുമില്ല, വെരി 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 ഈസി. എന്നിട്ട് ഒരു ഉണങ്ങുന്നവരെ ഒരു 10-15 മിനിറ്റ്സിൽ കൂടുതലൊന്നും ശരിക്കും ഫേസ് പാക്ക് വെക്കേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത്. ആ സമയം കൊണ്ട് തന്നെ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആവും എന്നാണ് പറയുന്നത്. നമ്മൾ വെറുതെ കുറേ മണിക്കൂറുകളോളൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 15 മാക്സിമം 20 മിനിറ്റ്സ്, അതിൽ കൂടുതൽ വെക്കുക വേണ്ട. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വലിച്ചില് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത് ഞാനിനി കഴുകിയിട്ട് വരാം കേട്ടോ. നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാമേ. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് പയറുപൊടിയൊക്കെ അല്ലേ, അപ്പോൾ ഇത് കഴുകുമ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴുകാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു എഫക്റ്റ് കൂടുതൽ കിട്ടും.
അപ്പോൾ ഇതാണ് നമ്മുടെ എന്തൊരു മണമെന്നറിയാം, പനിനീരിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ കൂടിയായിട്ട് ചേർന്നിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ, ഭയങ്കര സൂപ്പർ മണം കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫേസ് പാക്ക്. സൂപ്പർ, അടിപൊളി കണ്ടോ, സൂപ്പർ ഫേസ് പാക്ക്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഒരു ചേഞ്ച് ഇല്ലേ? അടിപൊളി ഫേസ് പാക്കാണ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 2 ഫേസ് പാക്കും, ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഐസ് ക്യൂബും കൂടെ എടുത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തോണ്ടല്ലോ എൻ്റെ അമ്മേ, പിന്നെ പരമസുഖം. നമ്മുടെ ഫേസിങ്ങനെ തണുത്ത് നല്ല ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും. ഓക്കെ, അതിന് മുമ്പ് ഞാൻ രണ്ടാമത്തെ ഫേസ് പാക്കും കൂടെ കാണിക്കാം. എൻ്റെ അമ്മ 2 ഫേസ് പാക്കും കൂടെ ഇട്ടുന്ന എൻ്റെ ഫേസ് ഇങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ സെക്കൻഡ് ഫേസ് പാക്ക് സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നത്, കാരണം മറ്റേ ചിലപ്പോൾ പയർ പൊടിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യും കേട്ടോ, അത് സാധനം സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അത് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഫേസ് പാക്കാണ് കേട്ടോ. അത് ഇതാണ് കടലമാവ്. കടലമാവ് എന്ന് പറയുമ്പോൾ എന്തായാലും പൊടിച്ച സാധനം വീട്ടിലുണ്ടല്ലോ. അപ്പം ഈ കടലമാവ് അതും ഈ പറഞ്ഞ പോലെ നമുക്ക് 1 ടീസ്പൂൺ കടലമാവ് എടുക്കാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഒന്നും എടുക്കുന്നില്ല, ഇപ്പം എത്രയുണ്ട്, ഒരു 1.5 ടീസ്പൂൺ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കടലമാവ്. അതിനകത്തേക്ക് എൻ്റെ ഫേവററ്റ് സാധനം തേൻ. അതൊരു 1 ടീസ്പൂൺ എടുക്കാം. 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു. പിന്നെ നമുക്ക് തൈര്, അതും നമുക്ക് 1 ടീസ്പൂൺ എടുക്കാം കേട്ടോ. തൈര് 1 ടീസ്പൂൺ തൈര്. എന്നിട്ട് നാരങ്ങ ഉണ്ടല്ലോ, ഇത് ഫുൾ നാരങ്ങ ഒന്നും പിഴിഞ്ഞ് ഒഴിക്കല്ലേ, ഒരു 1/4 നാരങ്ങ. ഒരു പകുതി നാരങ്ങയുടെ എടുത്തിട്ട് അതിൻ്റെ പകുതി ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. ഒത്തിരി എടുത്തിട്ടേക്കല്ലേ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതും കൂടി ചേർക്കാം. എന്താ, മഞ്ഞൾപ്പൊടി. ഈ പാക്ക് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. എന്തായാലും ഉണ്ടല്ലോ, ഓസം സാധനമാണ്, 2ഉം കിടിലുമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് മറ്റേ ഫേസ് പാക്കിന്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് നാളെ ആകുമ്പോഴാണ് ശരിക്കും നല്ല ഒരു ഗ്ലോ കിട്ടുക കേട്ടോ. ഇനി ഒന്നും വേണ്ട, നേരെ അപ്ലൈ ചെയ്തോ. ഇത് 2 വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ആദ്യത്തേത് ഒരു സ്ക്രബ് രൂപത്തിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം ഈ ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്യാം. ഇതും നേരത്തെ പോലെ നമുക്കൊരു 10 to 15 മിനിറ്റ്സ് വെക്കാം. മുഖത്തൊരു വലിച്ചിൽ വരുമ്പോൾ നമുക്ക് കഴുകാം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആവും. ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഓയിലി സ്കിൻകാർക്കാണ് ഇത് ബെസ്റ്റ്. എന്താണെന്ന് വെച്ചാലില്ലേ, ഈ കടലമാവ് കുറച്ചൊരു ഡ്രൈയിങ് എഫക്റ്റ് ഉള്ളതാണ്. പിന്നെ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് നല്ലതാണ് കേട്ടോ. ഈ ആക്നെയൊക്കെ കുറേ ഉള്ളവർക്കൊക്കെ ഈ കടലമാവ് ബെസ്റ്റ് സാധനമാണേ. പിന്നെ ഇതിന് കുറച്ച് ബ്ലീച്ചിങ് എഫക്റ്റും ഉണ്ടെന്ന് തോന്നി കടലമാവിന്. ഭയങ്കര ക്ലൻസിങ് ഏജന്റും ആണ്. കുറേ ഗുണങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ പാക്കും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ്സ് എടുത്തില്ല, 15 മിനിറ്റ്സ് ഞാൻ വെച്ചു കേട്ടോ. ഇനി ഞാനിത് വാഷ് ചെയ്യാൻ പോവാണേ. വാഷ് ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ കടലമാവിൻ്റെ ഫേസ് പാക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഇത് ഓയിലി സ്കിൻകാർക്കാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഡ്രൈ സ്കിൻകാർക്ക് കടലമാവ് തേച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും കേട്ടോ. ഞാൻ ഓടി താഴെ പോയിട്ടേ ഐസ് എടുത്തിട്ട് വരാമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് പാർട്ട്. അപ്പം കംപ്ലീറ്റ് കഴുകി എല്ലാം സെറ്റായതിന് ശേഷം ഒരു ഐസ് എടുത്ത് വെച്ചിട്ട് വാവ്. വേണമെങ്കിൽ ഇത് തുണിയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. തുണിയിൽ വെച്ച് മടക്കിയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഉരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആ വെള്ളം അങ്ങോട്ട് അബ്സോർബ് ചെയ്തോട്ടെ, എന്നാലും കുഴപ്പമില്ല. എന്ത് സുഖാന്നറിയോ, ശരിക്കും അതെ. ഇത് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമ്മളെന്താ പറയണേ, ഭയങ്കര റിലാക്സ്ഡും ഒക്കെ ആയിട്ടുള്ള ഒരു പണിയും ഇല്ല. ഭയങ്കര സുഖമല്ലേ. ഭയങ്കര അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര തളർന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്തൊന്ന് റബ്ബ് ചെയ്ത് നോക്കിക്കേ ഫേസിൽ. ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ല.
അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിലാണ് ഞാൻ നിങ്ങൾ തുടച്ചു കളയാൻ പോകട്ടോ. റിഫ്രഷ്ഡ്, അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ടാ? ഇഷ്ടമായോ എല്ലാവർക്കും? ഭയങ്കര ഈസി ആയിട്ട് വേഗം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി, ഒന്നല്ല 2 ഫേസ് പാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ be happy, keep smiling, stay healthy, take care and bye bye from Queen's Nook. വീണ്ടും കാണാം.